നമസ്കാരം. ഫുട്ബോൾ പീരിയഡ് പുതിയ എല്ലാവർക്കും സ്വാഗതം. സോ ഈ ട്രാൻസ്ഫർ വിൻഡോ ഉണ്ട്, ഇത് ക്രേസി ട്രാൻസ്ഫർ വിൻഡോ ആണ്. അപ്ഡേറ്റുകൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോബബ്ലി ഫുട്ബോൾ ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഏറ്റവും കൂടുതൽ ന്യൂസുകൾ വന്നിട്ടുള്ള ഇന്ന് ക്ലബ്ബുകൾ ഈക്വലി എല്ലാ ക്ലബ്ബുകളും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ വിൻഡോ ആണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ഈവൻ മിഡ് ടേബിൾ സൈഡുകളും ലോവർ ഡിവിഷൻ സൈഡുകളും വരെ ധാരാളം ട്രാൻസ്ഫറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പല ക്ലബ്ബുകളും കാര്യം പഠിച്ചു തോന്നുന്നു. യു ഹാവ് ടു ഇൻക്രീസ് യുവർ സ്ക്വാഡ് ഡെപ്ത് എന്നുള്ളൊരു ഡിസിഷനിൽ പലരും എത്തിയതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. സോ ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കേട്ട് കാണും. നെയ്മർ ടു സാന്റോസ് ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. അത് പറഞ്ഞു തന്നെ തുടങ്ങാം. റിയലി ഈ വിൻഡോയിൽ എന്തായാലും നടക്കുമെന്ന് ഞാൻ ഓർത്തില്ല. മേ ബി ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ ആൾ ഫ്രീ ഏജന്റ് ആകുമായിരുന്നു. അടുത്ത 6 മാസത്തേക്കുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് ഫ്രീ ഏജന്റ് ആയിട്ടാണ് ആൾ സാന്റോസിൽ ജോയിൻ ചെയ്യുക. ലോണിനോ മറ്റുമൊന്നുമല്ല. നെയ്മർ അടുത്ത 6 മാസം കൊണ്ട് കിട്ടേണ്ട 65 മില്യൺ യൂറോസ് വേണ്ടാന്ന് വെച്ചിട്ടാണ് ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വിച്ച് മീൻസ് നെയ്മർ ജൂനിയർ ഡിറ്റർമൈൻഡ് ആണ്. ശരിയാണ്, ആൾ അവിടെ കുറച്ച് കാലം കളിച്ചിട്ടുള്ളൂ, അത്യാവശ്യം ഫണ്ട്സ് നേടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ 65 മില്യൺ കിട്ടിയാലല്ല പുള്ളിക്ക്. പക്ഷെ പുള്ളി എന്ത് ചെയ്തു? പുള്ളിയാണെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുത്തു. പുള്ളിക്ക് 65 മില്യൺ വേണ്ട, പുള്ളി സാന്റോസിലോട്ട് പോയി ഫ്രീ ആയിട്ട് കയറാൻ പോവാണ്. കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു. ദാറ്റ്സ് എ ഗ്രേറ്റ് ജസ്റ്റർ. നെയ്മറിന്റെ ഒരു ഗ്രേറ്റ് ജസ്റ്റർ ആണ്. ഹോപ്പ് പുള്ളി അവിടെ ചെന്നൊരു ഫോം റീഗെയിൻ ചെയ്യും. നെക്സ്റ്റ് വേൾഡ് കപ്പിന് ബ്രസീൽ നാഷണൽ ടീമിൽ പുള്ളി കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. നെയ്മറിന് ഒരു പോക്കോടെ അല്ലെ ഒരു വട്ടവും കൂടെ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റണം. ആൾ ഫിറ്റായിട്ടിരിക്കട്ടെ. കാരണം നമുക്കറിയാം പിച്ചിൽ ഇപ്പോൾ ലാസ്റ്റ് 10-15 ഇയേഴ്സ് നോക്കാനായിട്ടാണെങ്കിൽ പ്രോബബ്ലി റൊണാൾഡോ മെസ്സിക്ക് ശേഷം എല്ലാവരും ഈക്വലി ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ് നെയ്മർ ജൂനിയർ. സോ നെയ്മർ എത്രയും പെട്ടെന്ന് ഫോം റീഗെയിൻ ചെയ്യട്ടെ. അവിടുന്ന് നമ്മൾ അടുത്ത നെയ്മറിന്റെ നെക്സ്റ്റ് ഹെയർ എന്ന് പറയുന്ന ബ്രസീലിന്റെ നെക്സ്റ്റ് ബിഗ് സൂപ്പർ സ്റ്റാർ വിനീഷ്യസ് ജൂനിയറിന്റെ കാര്യത്തിൽ സീരിയസ് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫാബ്രീസിയോ റൊമാനോയും AS അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണ് സ്പാനിഷ് മീഡിയാസും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ഓപ്പൺ സീക്രട്ട് ആണ്, മറ്റൊന്നുമല്ല. വിനീഷ്യസ് ജൂനിയറിന് സൗദി പ്രോ ലീഗിന്റെ ഇൻട്രസ്റ്റ് ഉണ്ട്. വിനീഷ്യസ് ജൂനിയറും സൗദി പ്രോ ലീഗിൽ ഇൻ ഫ്യൂച്ചർ പോയേക്കാം എന്നുള്ള രീതിയിലും വാർത്തകൾ കേൾക്കുന്നുണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമുണ്ട് ഈ ഒരു ഡീല് പോകുന്ന കാര്യത്തിൽ. പക്ഷേ അതെപ്പോൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോഴുള്ളത്. വിനീഷ്യസ് ജൂനിയർ ഇൻ ഫ്യൂച്ചർ ഹൂനോസ് പോവാം, സൗദി പ്രോ ലീഗിൽ പോവാം. പക്ഷെ അതിപ്പോൾ പോവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടുതൽ റെലവെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സൗദി പ്രോ ലീഗ് 300 മില്യൺ യൂറോസിന്റെ ഒരു ട്രാൻസ്ഫർ ഫീസ് റയൽ മാഡ്രിഡിന് കൊടുക്കാൻ റെഡിയാണെന്നും 1 ബില്യൺ 5 വർഷം കൊണ്ട് ടാക്സിന് ശേഷം നെറ്റ് 1 ബില്യൺ കൈ കിട്ടും, അതായത് 1000 മില്യൺ കൈ കിട്ടുന്ന ഒരു ഡീലാണ് വിനീഷ്യസ് ജൂനിയറിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ആസ് പെർ ദ റിപ്പോർട്ട്സ് വിനീഷ്യസ് ജൂനിയർ വിൽ ബി ഗെറ്റിംഗ് 200 മില്യൺ യൂറോസ് പെർ ഇയർ ആഫ്റ്റർ ടാക്സ്. 200 മില്യൺ യൂറോസ്. ആൻഡ് റയൽ മാഡ്രിഡിന് 300 മില്യൺ ട്രാൻസ്ഫർ ഫീസ് ആയിട്ട് കൊടുക്കാനും റെഡിയാണ്. സോ റയൽ മാഡ്രിഡ് വിൽ ബി ടെംപ്റ്റഡ്, വിനീഷ്യസ് ജൂനിയർ വിൽ ബി ടെംപ്റ്റഡ്. അസ് ഓഫ് നൗ ഒന്നും അഗ്രി ചെയ്തിട്ടില്ല. വിനീഷ്യസ് ജൂനിയറിന് നമുക്കറിയാം ഒരു പുതിയ കോൺട്രാക്ട് പ്രപ്പോസൽ റയൽ മാഡ്രിഡ് ഫ്രണ്ട് വെച്ചിട്ടുണ്ട്. ആളത് സൈൻ ചെയ്തിട്ടില്ല. ആൾ അവിടെ നിൽക്കും, ഞാൻ വെയിറ്റ് ചെയ്യുവാണെന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ സൗദി പ്രോ ലീഗ് രണ്ടും കൽപ്പിച്ചാണ്. ഇതെങ്ങോട്ടാണ് പോകുന്നത് ഒരു ഐഡിയ ഇല്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വിനീഷ്യസ് ജൂനിയർ അത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ? അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ സൗദി പ്രോ ലീഗ് തന്നെ നിൽക്കുകയാണ്. നമ്മൾ നോക്കുകയാണ് അൽ നാസർ ടാലിസ്കേനെ വിട്ടിരുന്നു. ആള് ഇപ്പൊ നോക്കാനായിട്ടാണ് ഇവിടെ ചേർന്നിട്ടുണ്ട്, ടർക്കിഷ് സൂപ്പർ ലീഗിൽ ചേർന്നിട്ടുണ്ട്. സോ ടാലിസ്കയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് ബോണിഫേസും ജോൺ ഡുറാനെയാണ് നോക്കുന്നതെന്നുള്ള രീതി വാർത്തകൾ കേട്ടിരുന്നു. ഡൂറാൻ അൽ നാസർ ഹൈലി റേറ്റ് ചെയ്യുന്നുണ്ട്. ഡൂറാന് വേണ്ടി മറ്റ് പല യൂറോപ്യൻ ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ ഡൂറാൻ അൽ നാസർ ഡീല് താല്പര്യം കൊണ്ട് മൂവ് ചെയ്യാന്നുള്ള രീതിയിലാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ ആസ്റ്റം വില്ല ആളെ 80 മില്യന് കുറച്ച് വിൽക്കത്തില്ല. അവർക്ക് പ്രിഫറബിളി നെക്സ്റ്റ് സമ്മർ വിൽക്കാനായിട്ടാണ് പ്ലാന്. പക്ഷെ എന്തും സംഭവിക്കാം. പക്ഷേ അസ് ഓഫ് നോ ഡൂറാൻ ടു അൽ നാസർ നടക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. പക്ഷേ വിക്ടർ ബോണിഫേസിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബോണിഫേസിന് 50 മില്യൺ യൂറോസ് ആണ് ബയർ ലെവർകൂസൻ ഡിമാൻഡ് ചെയ്യുന്നത്. സോ ബയർ ലെവർകൂസൻ 6 മാസം ലോൺ ഡീലിന് ബൂണ്ടിയനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആസ്റ്റം വില്ലയിൽ എത്തിച്ചിട്ടുണ്ട്. പകരം ബോണിഫേസ് അൽ നാസറിലോട്ട് നീങ്ങാനായിട്ടുള്ള സാധ്യത ഇപ്പോൾ കൂടി വരികയാണ്. 50 മില്യൺ കൊടുക്കാൻ അൽ നാസർ റെഡിയാണെന്ന് കേൾക്കുന്നുണ്ട്. ബോണിഫേസിന് പോകാനായിട്ടും താല്പര്യമുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. സോ കാര്യം മിക്കവാറും നീങ്ങാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ബാർസലോണ ഡോക്കു റൂമറുകൾ ഇപ്പം സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബാർസലോണയ്ക്ക് ഡോക്കുവിനെ ഡോക്കുവിന്റെ ഏജന്റ് ഓഫർ ചെയ്തു ലോൺ ഡീലിന് സൈൻ ചെയ്യാനായിട്ടുള്ള എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി നെക്സ്റ്റ് സമ്മറിൽ ഡോക്കുവിൽ നിന്ന് നീങ്ങും എന്നുള്ള രീതി വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഡോക്കുവിലുള്ള പ്രതീക്ഷ എന്നല്ല, ഡോക്കുവിന്റെ വെച്ചുള്ള ആ ഒരു ടൈം കഴിഞ്ഞു. സോ അവർ മൂവ് ഓൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള രീതി വാർത്തകൾ കേൾക്കുന്നുണ്ട്.
മർമോഷ് വന്നിട്ടുണ്ട്, എച്ചവേരി വരുന്നുണ്ട്, സവീനോ ഓൾറെഡി അവിടെ ഉണ്ട്. ദെൻ സമ്മറിൽ അവർ മേ ബി അനദർ വിങ്ങേഴ്സിനെയോ അറ്റാക്കേഴ്സിനെയോ സ്ട്രൈക്കേഴ്സിനെയോ ഒക്കെ സൈൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേൾക്കുന്നു. സോ ഡോക്കു ഡെഫിനറ്റ്ലി ഔട്ട് ഓഫ് ദ പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിൻഡോയിൽ വെച്ച് തന്നെ, അതായത് ഈ ജാനുവരി വിൻഡോയിൽ വെച്ച് തന്നെ ഡോക്കുവിനെ സൈൻ ചെയ്യാനായിട്ടൊരു അവസരം ബാർസലോണയ്ക്കുണ്ട്. ബാർസലോണ അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് അസ് ഓഫ് നൗ റാഷ്ഫോർഡ് ആണ് ബാർസയുടെ പ്രയോറിറ്റി ടാർഗറ്റ്. റാഷ്ഫോർഡ് ബാർസലോണയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. റാഷ്ഫോർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഉനയ് ഹെർണാണ്ടസും അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മറ്റൊരു പയ്യനോടുണ്ടായിരുന്നല്ലോ, പാവപ്രിം ഇവർ രണ്ടുപേരും ബാർസലോണ വിടാനായിട്ടുള്ള സാധ്യത ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി വരുവാണ്. രണ്ടുപേരും മിക്കവാറും സൗദി പ്രോ ലീഗിലോട്ട് നീങ്ങും. അതിൽ നിന്ന് ബാർസലോണയ്ക്ക് 10 മില്യൺ മുകളിൽ കിട്ടുമെന്നാണ് കേൾക്കുന്നത് ഈ രണ്ട് ഡീലിൽ നിന്നും. സോ ആ 10 മില്യണും പ്രോഫിറ്റ് ആണ്. സോ ആ ഒരു 10 മില്യൺ നമുക്ക് റേസ് ചെയ്യാൻ സാധിച്ചാൽ മേ ബി റാഷ്ഫോർഡിന്റെ നെക്സ്റ്റ് 6 months ലോൺ ഡീൽ, ആ ലോൺ ഫീസും അതുപോലെ തന്നെ ആളുടെ പാർട്ട് ഓഫ് ദ വേജസും കവർ ചെയ്യാനായിട്ട് അതിൽ നിന്ന് സാധിക്കുമെന്നും മേ ബി റാഷ്ഫോർഡ് ഡീൽ, ഈ രണ്ട് ഡീല് നടന്നാൽ സൗദി പ്രോ ലീഗിലോട്ട് ഈ രണ്ട് നമ്മുടെ അക്കാഡമി പ്രോസ്പെക്ട്സ് പോയാലായിട്ട് റാഷ്ഫോർഡ് ബാർസലോട്ട് വരാനുള്ള സാധ്യത കൂടി വരുവാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എങ്ങനെ കാര്യങ്ങൾ പോകുന്നു. നിങ്ങൾ ആരെ എടുക്കും? റാഷ്ഫോർഡിനെ എടുക്കുമോ ഡോക്കുവിനെ എടുക്കുമോ ഫോർ നെക്സ്റ്റ് 6 months? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുക. പേഴ്സണലി എന്നോട് ചോദിക്കാനായിട്ടാണ് രണ്ടും ഫോർ 6 months ലോൺ നോട്ട് ബാഡ്. ബട്ട് ഡോക്കു കുറച്ചുകൂടെ യങ്ങറാണ്, കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആണെന്ന് ഞാൻ പറയും. സോ അവിടുന്ന് നമ്മൾ അടുത്ത കുറച്ച് അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണ് ചാവിനെ യുവൻറ്റസ് സമീപിച്ചായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. ചാവിയായിട്ട് യുവൻറ്റസ് ടോക്സ് നടത്തിയെന്നും ചാവിയുടെ ഏജന്റും ചാവിയുടെ മുമ്പിൽ ഒരു പ്രൊപ്പോസൽ വിട്ടായിട്ട് റൂമറുകൾ കേൾക്കുന്നുണ്ട്. ആസ് ഓഫ് നോ മോട്ട സാക്ഡ് ഒന്നും ആയിട്ടില്ല. തിയാഗോ മോട്ട മിക്കവാറും സാക്ക് ആവാനായിട്ടുള്ള ചാൻസ് കൂടി വരികയാണ്, എസ്പെഷ്യലി ലാസ്റ്റ് വീക്കെൻഡിൽ നാപ്പോളി ലോസോടായപ്പോൾ ആളെ മൂവ് ഓൺ ചെയ്യാനായിട്ട് യുവൻറ്റസ് തീരുമാനം എടുത്തായിട്ട് കേൾക്കുന്നുണ്ട്. ലീഗിൽ നമ്മൾ നോക്കാനായിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ സമ്മറിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ടീമാണ് യുവൻറ്റസ്. ഏറ്റവും കൂടുതൽ പ്രോബബ്ലി ഫണ്ട് ഇറക്കിയത് എക്സൈറ്റിംഗ് പ്രോസ്പെക്റ്റുകളുള്ള ടീം തന്നെയാണ് യുവൻറ്റസ്. പക്ഷെ അവർ ചാമ്പ്യൻസ് ലീഗിലാണേലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കാൻ ലീഗിലാണേലും ടോപ്പ് 4 റേസിൽ നിന്ന് ഓൾമോസ്റ്റ് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് യുവൻറ്റസ്. അതുപോലെ ചാമ്പ്യൻസ് ലീഗിൽ നോക്കൗട്ട് സിറ്റുവേഷൻ ആണ് എത്തിയിരിക്കുന്നത്. സോ നോക്കൗട്ട്സ് കടന്ന് റൗണ്ട് ഓഫ് 16 യുവൻറ്റസ് കടന്നില്ലെങ്കിൽ അവർക്ക് അത് FFPനെ നല്ല രീതിയിൽ ബാധിക്കും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണ്. നോക്കൗട്ട്സ് വെച്ച് തന്നെ അവർ പുറത്താവുന്ന സിറ്റുവേഷൻ വരുവാണെങ്കിൽ തിയാഗോ മോട്ട സാക്കാവുന്നുള്ള കാര്യം ഉറപ്പാണ്. കൂടാതെ യുവൻറ്റസിൽ പ്ലേയേഴ്സിനിടയിലും മോട്ടയ്ക്ക് എഗൻസ്റ്റ് കുറച്ച് ഇത് എസ്പെഷ്യലി ഡഗ്ലസ് ലൂയിസിൽ ഓൾമോസ്റ്റ് 45 മില്യൺ യൂറോസോളം അവർ മുടക്കിയതിന് ശേഷം 50 മില്യൺ അടുത്ത് 42.5 മില്യൺ പൗണ്ട്സോളം മുടക്കിയതിന് ശേഷം ഡഗ്ലസ് ലൂയിസിനെ യൂസ് ചെയ്യാത്തതും ആൾക്ക് ബാക്ക് ഫയർ ആയിട്ടുണ്ട്. ബോർഡ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ചോദിച്ചായിട്ട് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ പുള്ളി പുഷ് ചെയ്തൊരു മൂവ് ആയിരുന്നു അതെന്നും പറയുന്നുണ്ട്. സോ കുറേ ഇഷ്യൂസ് ഉണ്ട്. മോട്ടയിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ ചാവി യുവൻറ്റസ് ജോബ് ഏറ്റെടുക്കുമെന്നാണ് കേൾക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറയുക. സോ അവിടെ നിന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണ് അൻസു ഫാറ്റിയിൽ ഫെനബാച്ചെ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ AS റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആസ് പെർ ദ റിപ്പോർട്ട്സ് ജോസെ മൊറീനോ റിസ്ക് എടുക്കാനായിട്ട് റെഡിയാണ്. അൻസു ഫാറ്റിയിൽ കരിയർ റിവൈവ് ചെയ്യാനായിട്ട് റെഡിയാണെന്നുള്ള രീതി കേൾക്കുന്നുണ്ട്. പക്ഷേ അൻസു ഫാറ്റി ഇപ്പോഴും ബാർസ വിടത്തില്ല എന്നുള്ള സ്റ്റാൻസ് ഇരിക്കുകയാണ്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഡാർവിൻ ന്യൂനസിന്റെ കാര്യത്തിലാണ്. നാപ്പോളി ഡാർവിൻ ന്യൂനസിന് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സൗദി പ്രോ ലീഗിന്റെ മറ്റൊരു ബിഗ് ടാർഗറ്റ് ആണ് ഡാർവിൻ ന്യൂനസ്. പക്ഷെ ഡാർവിൻ ന്യൂനസിനെ ഈ വിൻഡോയിൽ കൊടുക്കാനായിട്ട് ലിവർപൂളിന് പ്ലാനില്ല. സമ്മറിൽ എന്തായാലും ഡാർവിൻ ന്യൂനസിനെ വിൽക്കൂ എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. സോ ഡാർവിൻ ന്യൂനസിൽ സൗദി പ്രോ ലീഗിന് ഹ്യൂജ് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ താരത്തിനും യൂറോപ്പിൽ തന്നെ നിൽക്കാനാണ് പ്ലാൻ. അതുപോലെ തന്നെ ലിവർപൂളിന് ഈ വിൻഡോയിൽ വിൽക്കാൻ താല്പര്യമില്ലാന്ന് കേൾക്കുന്നു. പക്ഷേ ഇപ്പം കേൾക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ നാപ്പോളി ചിലപ്പോൾ അപ്കമിങ് വീക്സിൽ ഒരു ഓഫർ ഇവരുടെ മുമ്പ് ലിവർപൂളിന് മുമ്പ് വിട്ടേക്കാന്നുള്ള രീതി റൂമറുകൾ കേൾക്കുന്നുണ്ട്. സോ അതുപോലെ ലിവർപൂൾ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ ലിവർപൂൾ പ്രോബബ്ലി അവരുടെ ഫസ്റ്റ് സൈനിങ് ഓഫ് ദിസ് വിൻഡോ നടത്താനായിട്ടുള്ള സാധ്യത കൂടി വരികയാണ്. മറ്റാരുമല്ല, അൽജീരിയൻ സ്ട്രൈക്കറായ ഫെയ്നൂഡിന്റെ 22 വയസ്സുകാരൻ അനിസ് ഹാജ് മൂസ. സോ താരത്തിന് മേൽ ഇപ്പോൾ ലിവർപൂൾ ടോക്സ് നടത്തി പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു. 10 മില്യൺ പൗണ്ട്സിന്റെ ഒരു ഡീലിന് ആണ് സൈൻ ചെയ്യാൻ പോകുന്നതെന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേൾക്കുന്നത്. വെച്ച് വെയിറ്റ് ആൻഡ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടെ നമ്മൾ യുണൈറ്റഡ് അപ്ഡേറ്റ്സിലോട്ടൊന്ന് കിടക്കാനായിട്ട് പോവാണ്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അപ്ഡേറ്റ്സിലോട്ടൊന്ന് കിടക്കാനായിട്ടാണ് ഗർണാച്ചോയ്ക്ക് വേണ്ടി വീണ്ടും ഒരു ഓഫറുമായിട്ട് നാപ്പോളി വരും ദിവസങ്ങളിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സംഭവം ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എല്ലാം നമുക്കൊന്ന് കണക്ട് ചെയ്ത് പറയാം. സോ നെക്സ്റ്റ് 2-3 മിനിറ്റ്സ് ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ പാട്രിക് ഡോർഗു അതുപോലെ തന്നെ അൽവാരോ കരേറാസ് ഫെർണാണ്ടസ് നമ്മൾ നോക്കാനായിട്ട് ഈ രണ്ട് പ്ലേയേഴ്സുമായിട്ടും യുണൈറ്റഡ് ടോക്സ് നടത്തിയിട്ടുണ്ട്. അതിൽ അൽവാരോ കരേറാസിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് 18.5 മില്യൺ യൂറോസിന്റെ ഒരു റിലീസ് ക്ലോസ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. പ്ലെയറിന് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ പാട്രിക് ഡോർഗുവിന് വേണ്ടിയാണ് റൂബൻ അമോറിയം സീരിയസ്ലി പുഷ് ചെയ്യുന്നതാണ് ഫാബ്രിസിയോ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആസ് പെർ ഫാബ്രിസിയോ റൊമാനോ പാട്രിക് ഡോർഗുവിനെ ആൾക്ക് വേണം, ഈ വിൻഡോയിൽ വേണം. ആൾക്കൊരു ലെഫ്റ്റ് വിങ് ബാക്ക്, പ്രോപ്പർ ലെഫ്റ്റ് വിങ് ബാക്കിന് വേണം. അൽവാരോ കരേറാസിനെക്കാളും പുള്ളി റേറ്റ് ചെയ്ത് പാട്രിക് ഡോർഗുവിനാണ് നിൽക്കുന്നത്. പാട്രിക് ഡോർഗുവിന് ലെച്ച ഡിമാൻഡ് ചെയ്യുന്നത് 34 മില്യൺ പൗണ്ട്സ് ആണ്. 27 മില്യൺ യൂറോസിന്റെ ഒരു ഓഫറാണ് ലാസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിത്തത്.
സോ ഇവർ ഡിമാൻഡ് ചെയ്യുന്ന 40 മില്യൺ യൂറോസ്, 34 മില്യൺ പൗണ്ട്സ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആഡ് ഓൺസ് ഉൾപ്പെടെ 34 മില്യൺ പൗണ്ട്സ് വരുന്ന രീതിയിൽ ഒരു പാക്കേജ് ഉടനെ വിടുമെന്നുള്ള രീതിയിലാണ് വാർത്തകൾ ചെയ്യുന്നത്. സോ പാട്രിക് ഡോർഗുവിനെ സൈൻ ചെയ്യണമെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സെയിൽസ് നടത്തണം. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്നാന്ന് വെച്ചാൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് സോൾസ്ജർ കസമീറോയിൽ ഇൻട്രസ്റ്റഡ് ആണ്, നമ്മൾ നോക്കുകയാണെങ്കിൽ ബെസിക്താസിലോട്ട് കൊണ്ടുവരാനെന്ന് കേൾക്കുന്നുണ്ട്. കസമീറോ സൗദി പ്രോ ലീഗ് മൂവ്, ഈവൻ ഇഫ് സൗദി ഓഫർ ഉണ്ടെങ്കിലും ആളങ്ങോട്ട് നീങ്ങാതെ ഇവിടെ തന്നെ നിൽക്കുക, യൂറോപ്പിൽ നിൽക്കാനാണ് ആളുടെ പ്ലാൻ എന്നും കേൾക്കും. സോ ഇഫ് കസമീറോനെ ബെസിക്താസ് എടുക്കുകയാണെങ്കിൽ ലോണിനായിരിക്കും, കൂടാതെ പാർട്ട് ഓഫ് ദ വേജസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കവർ ചെയ്യേണ്ടത് വരും. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പാട്രിക് ഡോർഗു ഡീൽ പുൾ ഓഫ് ചെയ്യാനായിട്ട് അത് പോരാ. പാട്രിക് ഡോർഗു ഡീൽ പുൾ ഓഫ് ചെയ്യണമെങ്കിൽ കസമീറോ സൗദി പ്രോ ലീഗിൽ പോയാലേ യുണൈറ്റഡിന് ഗുണം ചെയ്തുള്ളൂ. പക്ഷേ റിലീഫ് കിട്ടും, പാർട്ട് ഓഫ് ദ വേജസ് പോയി കിട്ടും സോൾജിയർ ആ ഡീൽ പുൾ ഓഫ് ചെയ്താൽ. അതുപോലെ തന്നെയാണ് ഇപ്പം കേൾക്കുന്നത് ഗർനാച്ചോനെ വീണ്ടും മാർക്കറ്റിൽ യുണൈറ്റഡ് സീരിയസ്ലി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അവരുടെ ഡിമാൻഡ് 80 നിന്ന് 65 മില്യൺ യൂറോസ് ആക്കി ചുരുക്കിയതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. സോ 65 മില്യനും ഗർനാച്ചോ എന്ന് റേസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, ഫുൾ പ്രോഫിറ്റ് ആണ്. 65 മില്യനും ഗർനാച്ചോ റേസ് ചെയ്താൽ ഈസി ആയിട്ട് പാട്രിക് ഡോർഗുവിനെ മേ ബി അനന്തരം ഒരു സൈനിങ്ങോടെ പുള്ളി ചെയ്യാനായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സിംപ്ലി സാധിക്കും. സോ നാപ്പോളി ഇൻട്രസ്റ്റഡ് ആണ് ഈ 65 മില്യൺ യൂറോസ് ആക്കി പ്രൈസ് ചുരുക്കിയപ്പോൾ എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. മേ ബി അനന്തർ ടോക്സ് ഇവർക്കിടയിൽ നടക്കും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ആഡിയമ്മി നാപ്പോളി ഡീല് ഇപ്പം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ആഡിയമ്മിക്ക് വേണ്ടി ആസ്ക് ചെയ്യുന്ന പ്രൈസ് ബൊറുസിയ ഡോർട്ട്മണ്ടിന്റെ കുറച്ച് ഹൈ ആണെന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. കൂടാതെ ബൊറുസിയ ഡോർട്ട്മണ്ട് ആഡിയമ്മിനെ വിൽക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പർ റീപ്ലേസ്മെന്റും വേണം. ഷാഡയുടെ പേര് കേൾക്കുന്നുണ്ട് നമ്മൾ നോക്കുകയാണ് ബ്രെൻഫോർഡിന്റെ, പക്ഷേ ബൊറുസിയ ഡോർട്ട്മണ്ട് ഒരു ഡീൽ അഗ്രി ചെയ്തിട്ടില്ല. സോ ആഡിയമ്മിനെ റിലീസ് ചെയ്യണമെങ്കിൽ സൈനിങ് നടത്താതെ അവർ ചെയ്തുമില്ല. കൂടാതെ പുതിയ കോച്ച് അവിടെ വരാനും പോവാണ്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഗർനാച്ചോ ഡീലിൽ വീണ്ടും നാപ്പോളി വരാം. സോ ഗർനാച്ചോനെ സെല് ചെയ്യാനായിട്ട് മാൻ യുണൈറ്റഡ് ഒരുങ്ങിയേക്കാം. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? 65 മില്യൺ യൂറോസിന് ഗർനാച്ചോനെ വിൽക്കണം, 40 മില്യൺ പാട്രിക് ഡോർഗുവിന് മുടക്കണം. സോ ഏറ്റവും അനദർ ഓപ്ഷൻ ആയിട്ടുള്ളത് എന്നാന്ന് വെച്ചാൽ ഈ 18 മില്യൺ യൂറോസ് പ്രോബബ്ലി ഇറക്കാനായിട്ട് സാധിച്ചാൽ അൽവാരോ കരാറാസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് സമ്മറിൽ ഉറപ്പായിട്ടും ഈ കരാറാസിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ പുള്ളിന് ഈ 18 കൂടുതൽ മറിച്ച് വിൽക്കാൻ സാധിക്കും. കാരണം ഈവൻ ബെനിഫിക്ക തന്നെ ചിലപ്പോൾ നെക്സ്റ്റ് സമ്മറിൽ വരുമായിരിക്കും 30-20 മില്യൺ മേളിൽ ഓഫറായിട്ട് 100% വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ അൽവാരോ കരാറാസിൽ ബാർസലോണയുടെ പേര് ലിങ്കായി കാണുന്നുണ്ട്, റയൽ മാഡ്രിഡ് ഇന്ത്യയിൽ ഡിസ്കഷൻ നടത്തിയായിട്ട് കേൾക്കുന്നുണ്ട്. സോ ഇങ്ങനെ പല ടോപ്പ് ക്ലബ്ബുകളും അൽവാരോയിൽ ഇൻട്രസ്റ്റഡ്, കരാറാസിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന രീതിയിൽ റൂമറുകളുണ്ട്. സോ ഈ 18 മില്യൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊടുത്തെടുത്താലും അതിന് മേളിൽ മേ ബി നെക്സ്റ്റ് സമ്മറിൽ മറിച്ച് വിൽക്കാൻ സാധിക്കും. സോ നെക്സ്റ്റ് സമ്മറിൽ കെർക്കസ് അവൈലബിൾ ആയിട്ടുള്ള സാധ്യതയും കൂടി വരുന്നുണ്ട്. സോ കെർക്കസ് ലിവർപൂൾ ജോയിൻ ചെയ്യുന്നതിനേക്കാളും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് പ്രിഫർ ചെയ്യുന്നത്, കൺഫേം ആയിട്ടുണ്ട്. സോ മാൻ യുണൈറ്റഡ് കെർക്കസിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മേ ബി ഒരു 40 to 50 മില്യൺ യൂറോസിന് ഇടയ്ക്ക് ആ ഡീൽ പുള്ളി ചെയ്യാൻ സാധിക്കും. സോ പാട്രിക് ഡോർഗു ഫോർ 40 മില്യൺ ഓർ സൈനിങ് അൽവാരോ കരാറാസ് ഇപ്പോൾ 18 മില്യൺ വാങ്ങിച്ചിട്ട് സമ്മറിൽ പ്രോബ്ലി പ്രോഫിറ്റിന് മറിച്ച് വയ്ക്കാം. കെർക്കസിനെ പ്രോബ്ലി 40-50 മില്യൺ ഇടയ്ക്ക് സമ്മറിൽ പുൾ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇപ്പം പാട്രിക് ഡോർഗുവിനെ സൈൻ ചെയ്താൽ ആ ഡീൽ എന്തായാലും അൽവാരോയും വരത്തില്ല, കരാറാസിന്റെ ഡീലും മാർഗത്തില്ല, അതുപോലെ തന്നെ കെർക്കസ് മിക്കവാറും വേറെ ഏതെങ്കിലും ക്ലബിലോട്ട് പോവുകയും ചെയ്യും. സോ നിങ്ങൾ എന്താണ് പ്രിഫർ ചെയ്യുന്നൊരു ഓപ്ഷൻ പറയാം. റൂബൻ അമോറിയം പാട്രിക് ഡോർഗു വേണമെന്നുള്ള ഡിമാൻഡിലാണ്. സോ മിക്കവാറും അതാണ് സംഭവിക്കാൻ പോകുന്നത്. കോച്ച് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതാണ് സംഭവിക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് വെയിറ്റ് ആൻഡ് സി കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ടൊന്ന് പോകാനായിട്ടാണെങ്കിൽ മാൻ യുണൈറ്റഡിന്റെ തന്നെ എൻകുങ്കുവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്നും അപ്കമിംഗ് ഡേയ്സിൽ ഒരു പ്രൊപ്പോസലായിട്ട് ചെൽസിയുടെ മൂവി വന്നേക്കാന്നുള്ള രീതിയിൽ റൂമറുകൾ കയറി വരുന്നുണ്ട്. എൻകുങ്കുവിന് 6 months ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈക്കാണ് യുണൈറ്റഡ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്നു. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. സോ അവിടുന്ന് അടുത്ത കുറച്ച് അപ്ഡേറ്റ്സ് ഒന്ന് പറയാനായിട്ടാണെങ്കിൽ ജോവ് ഫെലിക്സിന്റെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ജോവ് ഫെലിക്സ് ആസ്റ്റൺ വില്ലയായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ ഫാബ്രിസ് ഹോക്കിങ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ജോവ് ഫെലിക്സ് ടു ആസ്റ്റൺ വില്ല മേ ബി എ പോസിബിലിറ്റി. ചെൽസി റിലീസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ആസ്റ്റൺ വില്ല ബുണ്ടിയനെ ആസ്റ്റൺ വില്ല ലോൺ വിട്ടിട്ടുണ്ട്. സോ അതിന് റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ജോവ് ഫെലിക്സിനെ കാണുന്നതെന്ന് കേൾക്കുന്നു. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. ഒരു ലോൺ പ്രൊപ്പോസലാണ് ആസ്റ്റൺ വില്ല മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത്. ചെൽസി അത് അലോ ചെയ്യുമെന്ന് അറിയത്തില്ല. ആസ്റ്റൺ വില്ല തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ ചെൽസിയുടെ ഡിസാസി സെൻട്രൽ ബാക്കായ ഡിസാസിയുമായിട്ട് പേഴ്സണൽ ടൈംസ് ആസ്റ്റൺ വില്ല അഗ്രി ചെയ്തിട്ടുണ്ട്. സോ വരും മണിക്കൂറുകളിൽ അല്ലെ വെറും ദിവസങ്ങളിൽ അല്ലെ വെറും മണിക്കൂറുകളിൽ അല്ലെ എന്താണോ അവർക്ക് മുമ്പിൽ ഒരു പ്രൊപ്പോസലുമായിട്ട് ആസ്റ്റൺ വില്ല വരുമെന്നാണ് കേൾക്കുന്നത്. സോ ഫെലിക്സും ഡിസാസിയും ഈ 2 പ്ലേയേഴ്സുമായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തായിട്ട് റൂമറുകളുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. ഈ ഡിസാസി കാര്യം ഫാബ്രിസ് റഹ്മാനാണ് കൺഫേം ചെയ്തത്. ഈ ഫാബ്രിസ് ഹോക്കിൻസ് ആണ് മറ്റേ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ടാണ് ഓവറോൾ വരുന്നത്. അതുപോലെ തന്നെ ഡീൻ ഹഡ്സന്റെ കാര്യത്തിലുള്ള റിപ്പോർട്ടാണ്. ഡീൻ ഹഡ്സന്റെ ഒരു റിലീസ് ക്ലോസ് ഉണ്ട്, അത് ഈ സമ്മറിൽ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം ഡീൻ ഹഡ്സനും അതുപോലെ സബ്രാനിയും സെന്റർ ബാക്ക് ഡുയോ ആയതിനു ശേഷം ബോൺമുത്ത് ഒരു മാച്ച് പോലും തോറ്റിട്ടില്ല. അന്യായ കോമ്പിനേഷനാണ്. കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സ്പെയിനിലെ ക്ലബ്ബുകളെല്ലാം സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്ന് കേൾക്കുന്നത്. ബട്ട് ഫാബ്രിസ് റിപ്പോർട്ട് ചെയ്ത ചെൽസിയും ബയൺ മ്യൂണിക്കും ഓൾറെഡി പ്ലെയറിന്റെ ഏജൻസിനെ സമീപിച്ച് തുടങ്ങിയതാണ്.
പക്ഷേ ബാർസലോണയ്ക്കും റയലിനും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, പ്ലെയർ മൈറ്റ് പ്രിഫർ എ മൂവ് ടു സ്പെയിൻ. പിന്നെ നമ്മൾ നോക്കാനായിട്ടാണ് ബാർസലോണ ഇന്റേണലി പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വേൾഡ് കപ്പിലോട്ട് വരുമ്പോൾ കുബാർസി, ഡീൻ ഹെഡ്സൺ സെൻറ്റർ ബാക്ക് ഡുവോ ആയിട്ട് സ്പെയിൻ ഇറങ്ങുമെന്നുള്ള രീതിയിൽ പ്രതീക്ഷ ബാർസലോണയ്ക്കും കൂടാതെ മറ്റ് സ്പെയിനിലുള്ള പല ഇതിനും ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡീൻ ഹെഡ്സൺ കുബാർസി ഡുവോ ബാർസലോണയിൽ സെറ്റ് ചെയ്യാനായിട്ട് ലെപ്പോർട്ടയും ടീമും പ്ലാൻ ചെയ്യുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ ആസ് പെർ ദ റിപ്പോർട്ട്സ് 50 മില്യൺ യൂറോസിന് താഴെ മിക്ക ക്ലബ്ബുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു റിലീസ് ക്ലോസ് ആണ് ഡീൻ ഹെഡ്സൺ ഉള്ളതെന്നാണ് കേൾക്കുന്നത്. സോ ബാർസലോണ മൈറ്റ് എക്സ്പ്ലോയിറ്റ് ഇറ്റ്. എസ്പെഷ്യലി ഐ തിങ്ക് അറോഹോ ബാർസലോണ സമ്മർ വിടുമെന്നാണ്. 65 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് ഉണ്ട് അറോഹോന്. ബാർസലോണ വിടാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഡീൻ ഹെഡ്സനെ ബാർസലോണ സീരീസിൽ നോക്കാനായിട്ട് സാധ്യതയുണ്ട്. ആൻഡ് സ്പാനിഷ് ക്ലബ്ബുകളായ റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും ഇൻട്രസ്റ്റഡ് ആണെന്ന് റൂമറുകൾ കേൾക്കുന്നുണ്ട്. സോ ബാർസലോണ, റയൽ ഓർ അത്ലറ്റിക് ഇവരായിരിക്കും ഫേവറേറ്റ്സ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷേ ചെൽസിയും ബയൺ മ്യൂണിക്കും ഓൾറെഡി ഡിസ്കഷൻസ് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ലാലിഗ ക്ലബ്സ് ഡു ഹാവ് ആൻ എഡ്ജ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ ഇതൊക്കെയാണ് ഓവറോൾ പറയാനായിട്ടുള്ള അപ്ഡേറ്റുകൾ. എന്താണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.